പത്തനംതിട്ടയിൽ ബാംഗ്ലൂരുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ബാംഗ്ലൂർ റോഡുണ്ട്. ഈ റോഡിൽ കൂടി പോയാൽ ഒരു കാരണവശാലും ബാംഗ്ലൂരുവിൽ എത്തില്ല. പിന്നെ ഇവിടെ എത്തുമെന്നല്ലേ? അത് കണ്ടു തന്നെ അറിയാം. ഉദ്യാന നഗരത്തെ അനുസ്മരിപ്പിക്കും വിധം ദൃശ്യഭംഗി നിറഞ്ഞ പ്രദേശം. ആറന്മുള നീർവലാകത്തുള്ള ഈ പ്രദേശത്തിന് നാട്ടുകാരെ ഒരു പേരുമിട്ടു, ബാംഗ്ലൂർ റോഡ്. പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഇവിടേക്കിപ്പോൾ ഒട്ടനവധി ആളുകളാണ് സമയം ചെലവഴിക്കാൻ എത്തുന്നത്. അതിൻ്റെ ഭംഗിയുണ്ട്. ഇത് ഇട്ടതാണ്. ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇവിടെ വരും. അവർ കണ്ടെത്തി വന്ന് ഷൂട്ടിങ്, ഇപ്പോൾ ഓരോ ഡാൻസ് ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുകയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. അല്ലാതെ നല്ല കാറ്റുകൊണ്ട് ഇരിക്കാനുള്ള നല്ല സ്ഥലമാണ്. പ്രദേശം കൂടുതൽ മനോഹരമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ഉടൻ തുടക്കമാകും. പുറത്തുനിന്ന് ധാരാളം ആളുകൾ ബാംഗ്ലൂർ റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് വരികയും ഇവിടെ സമയം ചെലവഴിക്കുകയും കഴിഞ്ഞ ദിവസം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഇവിടെ വെച്ച് നടത്തുകയുണ്ടായി. മിക്കവാറുമുള്ള അതേപോലുള്ള സമാനമായ പരിപാടികൾ ധാരാളം ഇവിടെ നിരന്തരമായി നടന്നു വരാറുണ്ട്. DTPCയുടെ കൂടെ സഹായത്തോടുകൂടി അത്തരത്തിൽ ടൂറിസം പ്രൊമോഷൻ എന്ന രീതിയിൽ വിനോദസഞ്ചാര മേഖലയിൽ കുറച്ചുകൂടി ആൾക്കാരെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള പ്രോജക്റ്റുകൾ ഇവിടെ വരും കാലഘട്ടത്തിൽ വരുമെന്ന് പ്രതീക്ഷയിൽ ഞങ്ങൾ പ്രമേയത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വിവിധ പദ്ധതികൾ ഇവിടേക്കായി ആവിഷ്കരിക്കുന്നുണ്ട്. ചൂണ്ടൻ കാണിക്കവഞ്ചി മുതൽ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ ഈ വശങ്ങളിൽ നമ്മൾ പടികൾ കെട്ടി അവർക്ക് അവിടെ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കുക, ഹട്ടുകൾ ഉണ്ടാക്കുക, നല്ല കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കുക. ഈ പുഞ്ചിയുടെ നടുക്കൂടുള്ള തോട്ടിൽ പെഡൽ ബോട്ടിംഗ് സംവിധാനം ആഴം കൂട്ടി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതുണ്ടാക്കുക. അതിന് സ്വകാര്യ സംരംഭകരുടെ സാധ്യതകൾ ഞങ്ങൾ തേടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങൾ വന്നാൽ ഇപ്പോൾ വരുന്നതിൻ്റെ 10 മടങ്ങ് ആളുകൾ ഈ പ്രദേശത്ത് വിശ്രമത്തിനും അതുപോലെ തന്നെ അവരുടെ ആയാസം ലഘൂകരിക്കുന്നതിനും ഒക്കെ വേണ്ടി എത്തുമെന്നുള്ള സംശയമല്ല. കേരള ഗ്രാമീണ ഭംഗിയെ മികവുറ്റ ഒരിടമാക്കി മാറ്റാൻ സാധ്യതയുള്ള പ്രദേശമാണ് ബാംഗ്ലൂർ റോഡ്. ജനം, പത്തനംതിട്ട.